ഓ എന്തോ പറയാനാ, രാവിലെ ഉറക്കം എണീറ്റ് പുറത്തോട്ട് നോക്കിയപ്പോൾ കണ്ട കാഴ്ച ഇതാ. ഫുൾ സ്നോയിൽ മൂടി കിടക്കുന്നത്. ഇത്രയും ഞാനിവിടെ വന്നിട്ട് ഇത്രയും ദിവസമായിട്ട് ഇത്രയും സ്നോ ഉണ്ടായിട്ടില്ല. ഇന്ന് നല്ല സ്നോ ഫോൾ ഉണ്ടായിരുന്നു കേട്ടോ. എനിക്കാണെങ്കിൽ ഇന്ന് യൂണിവേഴ്സിറ്റിയിലും പോകണമായിരുന്നു. എത്ര കടുത്ത സ്നോ ആയാലും യൂണിവേഴ്സിറ്റിയിൽ പോയാലേ പറ്റുള്ളൂ. അങ്ങനെ രാവിലെ ഇറങ്ങി. സ്നോയിൽ മൊത്തം നല്ല സ്നോ ഉണ്ടായിരുന്നു അത്യാവശ്യം. പിന്നെ ഇതെല്ലാം കണ്ട് ഇത്രയും സ്നോവിൻ്റെ ഇതെല്ലാം കണ്ട് ആസ്വദിച്ചൊക്കെയാണ് പിന്നെ യൂണിവേഴ്സിറ്റിയിലോട്ടൊക്കെ പോയത്. കുറച്ച് നേരത്തെ ഇറങ്ങിയായിരുന്നു. അപ്പോൾ സ്നോയിലൊക്കെ കളിച്ച് പോവാം എന്നുള്ള രീതിയിലാണ് നേരത്തെ ഇറങ്ങിയത്. പോണ വഴിയിൽ ഫുൾ സ്നോ. നടക്കാനൊക്കെ പെൻഗ്വിൻ നടക്കുന്നില്ലേ നടന്നുകൊണ്ടിരുന്നത്, അത്രയും പാടായിരുന്നു കേട്ടോ. നടക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ട്. ഈ സ്നോയിൻ്റെ പുറത്തൂടെ നടക്കാൻ അത്യാവശ്യം ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ഈ അപ്പൂപ്പൻ്റെ കയ്യിലിരിക്കുന്ന പോലത്തെ ഒരു സാധനമുണ്ട്, അത് വെച്ചിട്ടാണ് ഇവിടെ എല്ലാവരും വീടിന് മുന്നിലുള്ള സ്നോ ഒക്കെ ക്ലീൻ ചെയ്യുക കേട്ടോ. ഇവിടെ എല്ലാവരും അവരവരുടെ വീടിന് മുന്നിലുള്ള സ്നോ അവരവർ തന്നെ ക്ലീൻ ചെയ്യണം എന്നുണ്ട്. അത് ഇവിടുത്തെ ഒരു രീതികളാണ്. അവരവർ തന്നെ രാവിലെ അവരുടെ വീടിൻ്റെ ഫ്രണ്ടിലുള്ള സ്നോസ് എല്ലാം ക്ലീൻ ചെയ്യും. പിന്നെ ഇവിടുത്തെ ഗവൺമെൻറ്റിലുള്ള കുറച്ച് ആൾക്കാർ തന്നെയാണ് ഇവിടെ ലൈക്ക് ഇതിന് പുറത്ത് കൂടി ഉപ്പ് വിതറും. അപ്പോൾ ഇത് പെട്ടെന്ന് മെൽറ്റായി പോകും. അപ്പം അങ്ങനെ ഇവിടെ ഉപ്പ് വിതറുന്നുണ്ട്. ലൈക്ക് ഈ വാക്ക് വേയിലൊക്കെ ഉപ്പ് വിതറും. അപ്പോൾ ഈ ഐസ് പെട്ടെന്ന് മെൽറ്റായി പോയിട്ട് ആൾക്കാർക്ക് ഈസി ആയിട്ട് നടക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് ഉപ്പ് വിതറും കേട്ടോ. അങ്ങനെ വിതറുന്ന ഇത് നല്ല സ്നോ ഉണ്ടായിരുന്നു അത്യാവശ്യം. പിന്നെ ഞാൻ നേരത്തെ തന്നെ ഇറങ്ങാൻ കാരണം ഇത് തന്നെയാണ്. ലൈക്ക് സ്നോ വന്നു കഴിഞ്ഞാൽ ട്രെയിൻ എല്ലാം ഒട്ടുമിക്കതും ഡിലേ അല്ലെങ്കിൽ ക്യാൻസൽ ആവാറോ പതിവ്. ട്രാക്കിൽ സ്നോ വീണ് കഴിഞ്ഞാൽ ഇവിടുത്തെ ഒട്ടുമിക്ക ട്രെയിനുകളും ക്യാൻസൽ ആവാറോ ഡിലേ ആവാറോ പതിവാണ്. എൻ്റെ ട്രെയിന് അരമണിക്കൂർ ഡിലേ ആയിരുന്നു. ഇത് അതിന് മുമ്പത്തെ ട്രെയിന് അരമണിക്കൂർ ഡിലേ ആയതാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ അതിൽ കയറി യൂണിവേഴ്സിറ്റിയിലൊക്കെ പോയിട്ട് തിരിച്ചു വന്ന് രാത്രി ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടി കളിക്കാമെന്ന് പറഞ്ഞ് ഇറങ്ങിയതാണ് സ്നോയിൽ. അങ്ങനെ കളിക്കാനിറങ്ങി ഞങ്ങൾ പിന്നെ സ്നോമാൻ ഉണ്ടാക്കാമെന്ന് കരുതി. ഞാനും ഫിയോവും കൂടി സ്നോമാൻ ഉണ്ടാക്കാനുള്ള തത്രപ്പാടിലായിരുന്നു. ഒരു കുട്ടി സ്നോമാൻ ഉണ്ടാക്കാമെന്ന് കരുതിയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. അതിനിടയിൽ കൂടി അബ്രാറും ചിത്തുചേട്ടനും കൂടി സ്നോ എറിഞ്ഞ് കളിക്കുന്നുണ്ട്. ഞാനും ഫിയോവും കൂടി സ്നോമാൻ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ എല്ലാവരും കൂടി വന്നിട്ട് പറഞ്ഞു നമുക്ക് വലിയ സ്നോമാൻ ഉണ്ടാക്കാമെന്ന് കരുതി. നല്ല രീതിയിൽ പണിപ്പെട്ട അത്യാവശ്യം വലിയ സ്നോമാൻ ഉണ്ടാക്കാനുള്ള പരിപാടിയിലായിരുന്നു. സ്നോമാൻ ഉണ്ടാക്കി ടയർഡായപ്പോൾ എല്ലാവരും കൂടി മഞ്ഞ് വാരി ബോൾസ് ഉണ്ടാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും എറിഞ്ഞ് കളിയായി. പിന്നെ അതും ടയർഡായി. പിന്നെ ഞങ്ങളെല്ലാവരും വീട്ടിൽ കയറിപ്പോയി. പക്ഷെ കളിക്കുന്നതിൻ്റെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ എല്ലാവരും വീട്ടിൽ കയറി പോയി. പിറ്റേ ദിവസം വന്നിട്ടാണ് സ്നോമാൻ്റെ ഒക്കെ വീഡിയോ എടുക്കാൻ പറ്റിയ കേട്ടോ. നല്ല ടയർഡായിരുന്നു, അത്യാവശ്യം നല്ല ടയർഡായിരുന്നു. ഇതായിരുന്നു കേട്ടോ നമ്മുടെ സ്നോമാൻ. അപ്പോൾ അത്രയേ ഉള്ളൂ സ്നോഫോളിൻ്റെ മിനി വ്ലോഗ്. ചൂസ്.